ഹായ് ഫ്രണ്ട്സ്, വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം നടന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർ അവിടെ അനാഥരായിട്ടുള്ള കുട്ടികളെ ദത്തെടുക്കാൻ തയ്യാറാണെന്നുള്ള കമൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു കുഞ്ഞിനെ ദത്തെടുക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആരുമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് അച്ഛനും അമ്മയും ആവാന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. സീരിയസ് ആയിട്ട് അഡോപ്ഷനെ കുറിച്ച് ആലോചിക്കുന്നവർ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇന്ത്യയിൽ അഡോപ്ഷൻ സാധ്യമാക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ അതോറിറ്റി എന്ന് പറയുന്നത് സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റി കാരയാണ്. ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് അഡോപ്ഷൻ നടത്താനായിട്ട് സാധിക്കുന്നത്. അനാഥരായിട്ടുള്ള കുട്ടികൾ, പാരൻസ് ഉപേക്ഷിച്ചിട്ടുള്ള കുട്ടികൾ, അതുപോലെ തന്നെ ദത്ത് കൊടുക്കാനായിട്ട് ശിശുക്ഷേമ സമിതികളിൽ പാരൻസ് ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള കുട്ടികൾ, ഈ 3 കാറ്റഗറിയിലുള്ള കുട്ടികളെയാണ് നിങ്ങൾക്ക് ദത്തെടുക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് ആർക്കൊക്കെയാണ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കാം. അഡോപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വിവാഹം കഴിച്ചിരിക്കണമെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ ശാരീരികവും മാനസികവും വൈകാരികവും സാമ്പത്തികവുമായി സ്ഥിരതയും കഴിവുമുള്ള വ്യക്തികൾക്ക് മാത്രമാണ് ദത്തെടുക്കാൻ സാധിക്കുന്നത്. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്കും സ്വന്തമായിട്ട് മക്കളുള്ള മാതാപിതാക്കൾക്കും ദത്തെടുക്കാവുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശാരീരികവും മാനസികവും വൈകാരികവുമായി സ്ഥിരതയുള്ളവരും സാമ്പത്തിക ശേഷിയുള്ളവരും ആരോഗ്യമുള്ളവരുമായിരിക്കണം. ഇനി നിങ്ങൾ ദമ്പതികളാണെങ്കിൽ ദത്തെടുക്കുന്നതിന് 2 പേരുടെയും സമ്മതം ആവശ്യമാണ്. അതായത് ഭാര്യയും ഭർത്താവും ദത്തെടുക്കലിന് സമ്മതം നൽകേണ്ടതാണ്. ഇനി നിങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ല പക്ഷെ ദത്തെടുക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ത്രീകളാണെങ്കിൽ ഏത് കുട്ടിയെയും ദത്തെടുക്കാവുന്നതാണ്. എന്നാൽ പുരുഷന്മാർക്ക് ആൺകുട്ടികളെ മാത്രമാണ് ദത്തെടുക്കാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾ ദമ്പതികളാണെങ്കിൽ വിവാഹം കഴിഞ്ഞ് 2 വർഷം പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ ദത്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ മക്കളുള്ളവരാണെങ്കിൽ 4 കുട്ടികളിൽ കൂടുതലുണ്ടെങ്കിൽ ദത്തെടുക്കാൻ പറ്റില്ല. ദത്തെടുക്കുന്നതിന് പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. കുട്ടിയുടെ വയസ്സ് 4 വയസ്സ് വരെ ആണെങ്കിൽ, അതായത് 4 വയസ്സിൽ താഴെയാണെങ്കിൽ, ദമ്പതികൾ 2 പേരുടെയും പ്രായം കൂട്ടിക്കഴിഞ്ഞാൽ 90 വയസ്സാണ് മാക്സിമം ഉണ്ടാവേണ്ടത്. ഇനി കുട്ടിയുടെ പ്രായം 4 വയസ്സ് മുതൽ 8 വയസ്സ് വരെ ആണെങ്കിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും വയസ്സ് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 100 വയസ്സിൽ കൂടരുത്. വിവാഹിതരല്ലാത്തവർക്കും ദമ്പതിമാർക്കും ദത്തെടുക്കാൻ അവകാശമുണ്ടെങ്കിലും 3 വർഷത്തിന് മുകളിലായിട്ട് ഒന്നിച്ച് ജീവിക്കുന്ന ദമ്പതിമാർക്കാണ് ദത്തെടുക്കുന്നതിന് മുൻഗണനയുള്ളത്. ദത്തെടുക്കുന്നവർക്ക് 45 വയസ്സ് കൂടാനായിട്ട് പാടില്ല. പ്രത്യേക കേസുകളിൽ 55 വയസ്സ് വരെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ള കേസുകളിൽ നിങ്ങളുടെ ആരോഗ്യം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ദത്തെടുക്കുന്ന മാതാപിതാക്കൾ മെട്രിക്കുലേഷൻ പാസ്സായിരിക്കണം. സ്വന്തമായി വീടോ ജോലിയോ ഉള്ളവരായിരിക്കണം. മാസം ഏറ്റവും കുറഞ്ഞത് 5000 രൂപയെങ്കിലും വരുമാനം ഉള്ളവരായിരിക്കണം. കൂടാതെ ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരായിരിക്കരുത്. ഇനി നമുക്ക് എങ്ങനെയാണ് ദത്തെടുക്കേണ്ടത്, അതിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ ദത്തെടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ www.kara.nic.in ഈ ഒരു വെബ്സൈറ്റിൽ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അക്ഷയ സെൻറ്ററുകൾ വഴിയോ കമ്പ്യൂട്ടർ സെൻറ്ററുകൾ വഴിയോ അല്ലെങ്കിൽ സ്വന്തമായി തന്നെയോ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇനി ദത്തെടുക്കലിനായി അംഗീകരിക്കപ്പെട്ട ഔദ്യോഗിക ഏജൻസിയിൽ ദത്തെടുക്കാൻ ഉദ്ദേശിക്കുന്ന ദമ്പതികൾ അപേക്ഷ സമർപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഏതൊക്കെയാണ് ഈ ഔദ്യോഗിക ഏജൻസി എന്നുള്ളത് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നതായിരിക്കും. ഈ ഔദ്യോഗിക ഏജൻസിയിൽ ദത്തെടുക്കൽ നടപടികൾക്ക് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ടാവും. ഈ ഉദ്യോഗസ്ഥർ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചും അതുപോലെ തന്നെ കുട്ടിയെ വളർത്താനുള്ള സാഹചര്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പഠിച്ച് ഒരു കേസ് റിപ്പോർട്ട് തയ്യാറാക്കി ഏജൻസിയിൽ സമർപ്പിക്കുന്നതായിരിക്കും. ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സമർപ്പിക്കേണ്ടതുണ്ട്. അതായത് നിങ്ങളുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ളത്, നിങ്ങളുടെ ആധാർ കാർഡ് തുടങ്ങിയ എല്ലാ ഡോക്യുമെൻറ്റ്സും നിങ്ങൾ ഹാജരാക്കേണ്ടതാണ്. ഈ റിപ്പോർട്ട് തയ്യാറാക്കി അത് സമർപ്പിച്ചു കഴിഞ്ഞാൽ കാരയിൽ നിന്ന് നിങ്ങൾക്ക് നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നൽകും. നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദത്തെടുക്കാൻ ഉദ്ദേശിക്കുന്ന ഏജൻസിയിൽ നിന്നും നിങ്ങളുടെ ആവശ്യമായി യോജിക്കുന്ന കുട്ടിയെ കാണാനായിട്ട് ഏജൻസി അനുവദിക്കുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഇത്ര ഏജ് കാറ്റഗറിയിലുള്ള കുട്ടിയെയാണ് വേണ്ടത്, അങ്ങനെയുള്ള നിങ്ങളുടെ കൺസിഡറേഷൻസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ആ കുട്ടിയെ കണ്ട് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ആ കുട്ടിയെ ദത്തെടുക്കാവുന്നതാണ്. ദത്തെടുക്കുന്ന കുട്ടിക്ക് 6 വയസ്സിന് മുകളിൽ പ്രായമുണ്ടെങ്കിൽ കുട്ടിയുടെ സമ്മതം ആവശ്യമാണ്. സോ ഇത്രയുമാണ് നിങ്ങൾക്ക് അഡോപ്ഷൻ നടത്താനായിട്ടുള്ള നടപടിക്രമങ്ങൾ.
അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേറെ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ സമ്മതം കൂടി ആവശ്യമാണ്. കേരളത്തിലെ അഡോപ്ഷൻ കോർഡിനേഷൻ ഏജൻസി രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസ് എറണാകുളമാണ്. കാരയുടെ ലൈസൻസ് ഉള്ള കേരളത്തിലെ ദത്തെടുക്കൽ ഏജൻസികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മിഷണറീസ് ഓഫ് ചാരിറ്റി നിർമ്മല ശിശുഭവൻ തിരുവനന്തപുരം, നിർമ്മല ശിശുഭവൻ മിഷണറീസ് ഓഫ് ചാരിറ്റി എറണാകുളം, സെൻറ് മേരീസ് ഓർഫനേജ് ആലപ്പുഴ, സായി നികേതൻ തൃശ്ശൂർ, വാത്സല്യം ശിശുഭവൻ എറണാകുളം, ഡിവൈൻ പ്രോവിഡൻസ് ശിശുഭവൻ രാജക്കാട്ട് ഇടുക്കി, ഗവൺമെൻറ് ജുവനൈൽ ഹോം പൂജപ്പുര തിരുവനന്തപുരം, ഗവൺമെൻറ് ജുവനൈൽ ഹോം കൊല്ലം, ഗവൺമെൻറ് ജുവനൈൽ ഹോം തിരുവഞ്ചൂർ കോട്ടയം, ഗവൺമെൻറ് ജുവനൈൽ ഹോം രാമവർമ്മപുരം തൃശ്ശൂർ, ഗവൺമെൻറ് ജുവനൈൽ ഹോം കോഴിക്കോട്, സർക്കാർ ബാലസദനം ആലപ്പുഴ. ഇനി സർക്കാർ അംഗീകരിച്ച കേരളത്തിലെ ദത്തെടുക്കൽ കേന്ദ്രങ്ങൾ: 1 കേരള ശിശുഭവൻ എറണാകുളം, ദീനസേവന സഭ സ്നേഹനികേതൻ പട്ടുവം കണ്ണൂർ, സെൻറ് ജോസഫ് ചിൽഡ്രൻസ് ഹോം ചെർപ്പുങ്ങൽ കോട്ടയം. ഇത്രയുമാണ് കേരളത്തിലെ അംഗീകരിച്ചിട്ടുള്ള അഡോപ്ഷൻ സെൻറ്റേഴ്സ്. ഇവിടെ പോയി നിങ്ങൾക്ക് നേരിട്ട് അന്വേഷിക്കാവുന്നതാണ്. ഇനി വയനാട്ടിലെ കുട്ടികളുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, അവിടെ ഇനിയും ഒരുപാട് ആൾക്കാർ മിസ്സിങ് ആയിട്ടാണുള്ളത്. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള കുഞ്ഞുങ്ങളുടെയൊക്കെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചു പോയോ എന്നുള്ളതൊന്നും നമുക്ക് നിലവിൽ അറിയില്ല. അതെല്ലാം അന്വേഷിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമായിരിക്കും അവരെ അഡോപ്ഷനായിട്ട് അനുവദിച്ച് കിട്ടുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും അഡോപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട് നിങ്ങളുടെ അറിവിലെങ്കിൽ അവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.